അമേരിക്കയുടെ F-15 എയർക്രാഫ്റ്റ് ഇറാൻ അടിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അതിലെ പൈലറ്റിന്റെ അവസ്ഥ എന്താണ്? പൈലറ്റിൻ്റെ അവസ്ഥ പറയാം. അതിനു മുമ്പ് ഇന്നലെ അമേരിക്ക 2003 ശേഷം അമേരിക്ക ആകെ തകർന്ന് തരിപ്പണമായ ദിവസമാണെന്ന് പറയാം. 2003 ഇതിനു മുമ്പ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇറാഖ് യുദ്ധകാലത്ത് വെടിവെച്ച് വീഴ്ത്തപ്പെട്ടത്. അതിനുശേഷം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വീണിട്ടില്ല. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം ഫെബ്രുവരി 28 ആരംഭിച്ചതിന് ശേഷം ഇറാൻ അവകാശപ്പെട്ടിരുന്നു 2 F-35 ലൈറ്റ്നിങ്. അമേരിക്ക പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ വിമാനമാണ്. അത് പറയുമ്പോൾ തിരുവനന്തപുരത്തെ നമ്മൾ ഓർക്കും, ഒരെണ്ണം വന്ന് അവിടെ കിടന്നത്. അപ്പോൾ അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള ഏറ്റവും ആധുനികമായ വിമാനമാണ് എന്നൊക്കെ അമേരിക്ക അവകാശപ്പെടുന്നതാണ് ഈ F-35. അത് 2 വീഴ്ചു എന്ന് ഇറാൻ പറയുന്നുണ്ട്. അമേരിക്ക സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ നടന്നത് അമേരിക്കയ്ക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. F-15 അതായത് സ്ട്രൈക്ക് ഈഗിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിമാനം ഇറാൻ്റെ ആകാശത്തൂടെ പറക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും കുറേ കാലമായിട്ട് അവകാശപ്പെടുന്നുണ്ട് ഇറാൻ്റെ ആകാശം ഞങ്ങളുടെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വിമാനങ്ങൾ 50-100 ഒക്കെ ഒരുമിച്ച് പറക്കും, അവിടെ ആയിരക്കണക്കിന് ടാർഗറ്റുകൾ അടിച്ച് തകർക്കും. ശരിയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ആകെ തകർത്തു എന്നൊക്കെ അവകാശപ്പെട്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇന്നലെ അമേരിക്കൻ വിമാനങ്ങൾ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലോകം ഞെട്ടിപ്പോയി. ഇറാൻ അവരുടെ പരിമിതമായ ശേഷി, അമേരിക്ക അവരുടെ 80% ആയുധശേഷിയും വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും ഒക്കെ തകർത്തു കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടിരിക്കെ വളരെ പെട്ടെന്ന് ഇറാൻ അങ്ങോട്ട് എമർജ് ചെയ്യുന്നു. അവരുടെ ആകാശത്തേക്ക് പറക്കുന്ന വിമാനങ്ങളെ ഇറാൻ വേട്ടയാടുന്നു. ഇന്നലെ വരെ ഇറാനെ ഇസ്രായേൽ വിമാനങ്ങളാണ് വേട്ടയാടിയെങ്കിൽ അമേരിക്കൻ വിമാനങ്ങളെ ഇറാൻ വേട്ടയാടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ F-15 സ്ട്രൈക്ക് ഈഗിൾ വീണു. അതിൻ്റെ പൈലറ്റ് ഉണ്ട്, അതിനാണ് വെപ്പൺ ഓഫീസർ ഉണ്ട്. 2 സീറ്റാണ്. പൈലറ്റ് ഫ്രണ്ടിലിരിക്കും, തൊട്ട് പിന്നിൽ വെപ്പൺ ഓഫീസർ ഇരിക്കും. ഇയാളാണ് ഈ വെപ്പൺ ഓഫീസർ എന്ന് പറയുന്ന ആളാണ്, ഗണ്ണറാണ് ഈ ടാർഗറ്റുകൾ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 പേര് ഇജക്റ്റ് ചെയ്തു. ഒരാളെ രക്ഷപ്പെടുത്തി. രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്താൻ മലനിരകളിൽ വീണ ഇയാളെ രക്ഷപ്പെടുത്താൻ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ പോയി. ഹെലികോപ്റ്ററുകൾ ചെന്നപ്പോൾ എന്താ പറ്റിയത്? ഹെലികോപ്റ്ററുകളെ ഇറാൻ ഹിറ്റ് ചെയ്തു. ആ ഹെലികോപ്റ്റർ HH-60W എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ ജീവനും കൊണ്ടോടി. പിന്നീട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട അമേരിക്കയുടെ A-10 2 വിമാനങ്ങൾ, അതിലൊന്നിനെ തകർത്തു, ഒന്ന് എമർജൻസി ലാൻഡിങ് നടന്നു. പിന്നീട് ഒരു F-16 വിമാനം, അതും ഈ രക്ഷാപ്രവർത്തനത്തിന് പോയി, അതും എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ വെടികൊണ്ടു അടിയന്തരാവസ്ഥയിലാണ്. പിന്നീട് 2 KC-135 ടാങ്കറുകൾ, അതും എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ പൊരിച്ചു ഇറാൻ അമേരിക്കൻ വിമാനങ്ങളെ നിർത്തി പൊരിച്ച് തകർത്ത് തവിട് പൊടിയാക്കി. ശരിക്കും ദുഃഖവെള്ളിയായിരുന്നു അമേരിക്കയ്ക്ക്. കറക്റ്റാണ്, അമേരിക്കയ്ക്ക് ഇന്നലെ ദുഃഖവെള്ളിയായിരുന്നു. കാരണം ഇത് വല്ലാതെ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നു. ട്രംപ് കിടുങ്ങി എന്ന് പറയാം. കാരണം 2003 ശേഷം അമേരിക്കയുടെ വിമാനങ്ങൾ വെടിയേറ്റ് വീഴുന്നില്ല. മാത്രമല്ല അമേരിക്കയിൽ വലിയ ജനവികാരം ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, അഭിനന്ദ് വർദ്ധമാൻ പാകിസ്ഥാനിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ പറഞ്ഞു വിട്ടയച്ചില്ലെങ്കിൽ മോദി ബ്രഹ്മോസ് ഉൾപ്പെടെ ഉള്ള നമ്മുടെ മിസൈലുകൾ ഇസ്ലാമാബാദ്, ലാഹോർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എയിം ചെയ്ത് വെച്ചു തകർത്ത് കളയും എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, അഭിനന്ദ് വർദ്ധമാൻ ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തുവിട്ട് വർദ്ധമാനെ തിരിച്ചു തന്നത്. അതിന് സമാനമായി ഒരു ബന്ദിയായി ഒരു പൈലറ്റ് പിടിക്കപ്പെട്ടാൽ ആ രാജ്യത്ത് വലിയ ജനപ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അതായത് ഈ മലനിരകളുടെ സമീപത്തുള്ള ആ പ്രദേശം ഭരിക്കുന്ന ഇറാനിലെ ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, അവരെ ഒന്നെങ്കിൽ പിടിച്ചു നേരിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൊന്നുകൊണ്ടുവന്നാൽ വലിയ തോതിലുള്ള സമ്മാനങ്ങൾ തരുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പറയുമ്പോൾ പൈലറ്റ് വീണാൽ പാരച്യൂട്ടുണ്ട്, അയാൾക്ക് പ്രത്യേകമായ സുരക്ഷാ കവചങ്ങളുണ്ട്. മാത്രമല്ല ഒരാഴ്ച വരെ ജീവിക്കാൻ പറ്റുന്ന ഭക്ഷണം, വെള്ളം, മറ്റേ പ്രോട്ടീൻ ഭക്ഷണം, ഇതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന GPS സംവിധാനമുണ്ട്. അങ്ങനെ വീടുന്ന ആൾ ഒറ്റയ്ക്കൊന്നും ആയി പോകത്തില്ല. വേണമെങ്കിൽ അയാൾ പൊസിഷൻ അറിയിക്കാനുള്ള ഫ്ലയർ ചെയ്യാനും സ്മോക്ക് ബോംബുകൾ പൊട്ടിക്കാനും GPS വഴിയും കോമ്പസ് വഴിയൊക്കെ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ ഒരു പൈലറ്റ് വീണാൽ, അമേരിക്കയുടെ മാത്രമല്ല ഏതെങ്കിലും ഒരു പൈലറ്റ് ഇങ്ങനെ ശത്രുക്കളുടെ ഇടയിൽ പെട്ടുപോയാൽ അയാളെ രക്ഷിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ചെയ്യും. അതിനുവേണ്ടി തെരച്ചിൽ നടത്താനാണ് നേരത്തെ പറഞ്ഞ 2 ഹെലികോപ്റ്ററുകളും മറ്റു വിമാനങ്ങളും പോയത്. പക്ഷേ അവയ്ക്കൊന്നും രക്ഷപ്പെടുത്താനോ തെരച്ചിൽ നടത്താനോ പറ്റില്ല, കാരണം ഇറാൻ പറപ്പിച്ചു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇയാളെ പിടികൂടി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഈ പൈലറ്റിനെ പിടികൂടിയിട്ട് ഇയാളെ പിടികൂടിയപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, ഈ പൈലറ്റിൻ്റെ പക്കൽ ആയുധങ്ങളും ഉണ്ട്. അവസാനം ഗത്യന്തരമില്ലാതെ വന്നാൽ പൊരുതാൻ പറ്റുന്ന ആയുധങ്ങളും ഈ സേഫ്റ്റി ജാക്കറ്റിലുണ്ട്.
അയാളെ പിടികൂടി IRGCക്ക് കൈമാറി എന്നാണ് പറയുന്നത്. IRGCക്ക് കൈമാറിയാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒന്നുകിൽ അയാളെ അതിഭീകരമായി ഭേദ്യം ചെയ്ത് കൊല്ലും, അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ പൈലറ്റിനെ വെച്ച് അമേരിക്കയോട് ഇറാൻ വിലപേശും. ഏതായാലും അമേരിക്ക വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് ഇന്നലെ നടന്നിരിക്കുന്ന യുദ്ധത്തിൻ്റെ 35-ാമത്തെയോ 36-ാമത്തെയോ ദിവസം അമേരിക്ക അവരുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ പൈലറ്റിനെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്നത് ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തത് തീരെ വളരെ ദുർബലമായ വ്യോമ പ്രതിരോധ സന്നാഹം മാത്രമുള്ള ഇറാൻ എങ്ങനെയാണ് അമേരിക്കൻ പൈലറ്റുമാരെ വീഴ്ത്തിയത് എന്ന ചോദ്യം വരുന്നു. റഷ്യൻ സഹായമൊന്നുമല്ല, അത് വരുന്നത് ഇപ്പോൾ അവരുടെ മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനുണ്ട്. ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വരുന്നുണ്ട്. അത് സാധാരണ എല്ലാ ഈ വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും റഡാർ സിഗ്നലുകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ റഡാർ സിഗ്നലുകളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് വിമാനങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നിന്ന് മിസൈൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വിമാനങ്ങൾക്ക് വഴിമാറിപ്പോവാം. പക്ഷേ ഈ മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം 2021 മുതൽ ഇറാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ ആണെന്ന് പറയുന്നത്. പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ പ്രയോഗിക്കുന്നത് കൊണ്ട് അതിനെ വിമാനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുമാത്രമല്ല, അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഇപ്പോൾ ആക്രമിക്കുന്നത് വിമാനങ്ങൾ താഴ്ന്നു പറന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. അവിടെ ഇറാനിലെ ഒരു പള്ളിയിൽ അള്ളാ എന്നുള്ള പ്രാർത്ഥന നടക്കുന്നു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ വീണ്ടും അള്ളാന്ന് വിളിക്കുമ്പോൾ പിന്നെ പള്ളി അങ്ങ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതിനൊരാൾ കമൻ്റ് ഇട്ടു, അവരള്ളായെ വിളിച്ചു, അള്ളാ തൽക്ഷണം മോക്ഷം കൊടുത്തു എന്ന് പറയാം. നോക്കൂ, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ വളരെ ക്ലാരിറ്റിയോടുള്ള ഫോട്ടോ. ഇതൊക്കെ പൈലറ്റ് എടുക്കുന്നതാണ്. ഈ വിമാനം, ഈ പള്ളി മസ്ജിദ് തകർന്നതിന് ശേഷം പൈലറ്റുമാർ പൊട്ടിച്ചിരിക്കുന്നത് ഒക്കെ ആ വോയിസിൽ കേൾക്കാം. അപ്പോൾ ഇവരിത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ വളരെ താഴ്ന്നു പറന്നിട്ടാണ് ഈ വിമാനങ്ങൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് 50ഉം 100ഉം വിമാനങ്ങൾ പറന്നപ്പോൾ ഒരേ സമയം ആകാശത്ത് പറന്ന് വന്ന് ആക്രമണം നടത്തിയപ്പോൾ മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിയാതിരുന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിന് 8 കിലോമീറ്ററൊക്കെ റേഞ്ചുള്ളൂ. 8 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വന്നാൽ മജീദ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് മൂവിങ് ആണ്. ഇവിടെ നിന്ന് ഇവൻ തകർത്ത് കഴിഞ്ഞാൽ ഇവൻ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകും. അപ്പോൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം കുറേ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇപ്പോൾ പലയിടത്തായിട്ട് ഭൂമിക്കടിയിലും തുരങ്കങ്ങളിലൊക്കെ ആയിട്ട് ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പതുക്കെ പുറത്തെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വരുന്ന കാര്യമാണ്, നമ്മുടെ ഊഹാപോഹമൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കൂടി പെടുകയാണ്. കാരണം അമേരിക്കൻ ഭടന്മാർ കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം. അത് ശരിയാ, ആളുകൾ പട്ടാളക്കാരാണെങ്കിൽ മരിക്കും. പക്ഷേ ഒരു ഭടനെ വെച്ചിട്ട് ഇറാൻ വിലപേശുന്ന തരത്തിലേക്ക് പോയാൽ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ ശരിയാക്കും, ഹോർമുസ് ഞങ്ങൾ പിടിക്കും, ഇറാനെ തകർക്കും, ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കും, ഇറാൻ്റെ എണ്ണ മുഴുവൻ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ വീമ്പിളക്കുന്ന ട്രംപിന് ഇനിയിപ്പോൾ ഇറാൻ പറയുന്നിടത്ത് ഇറാൻ വരയ്ക്കുന്ന വരയ്ക്കനുസരിച്ച് നിൽക്കേണ്ടി വരും. കാരണം ഒരു യുദ്ധത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഏതു രാജ്യവും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഏതെങ്കിലും ഭടനോ വൈമാനികനോ ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽപ്പെടരുത് എന്ന് ആഗ്രഹിക്കും. കാരണം അത് പിന്നീട് വലിയ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അത് വെച്ചിട്ട് വിലപേശുന്ന വാർത്തകൾ അവർ തന്നെ പുറത്തുവിടും. അമേരിക്കയ്ക്ക് ഈ വാർത്ത വേണേൽ നിഷേധിക്കാം, പറയാതിരിക്കാം. പക്ഷേ ഇറാൻ പറയും, ഇവിടെയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, അയാളുടെ വീഡിയോ പുറത്തുവിടും, ഇവനെ ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ പറഞ്ഞ് യുദ്ധം നിർത്ത്, അല്ലെങ്കിൽ ഇവനെ തട്ടും എന്നൊക്കെ പറയുമ്പോൾ വലിയ വൈകാരികമായ ഒരു ക്ഷോഭം അമേരിക്കയിലുണ്ടാകും. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് യുദ്ധത്തിൻ്റെ ഈ ഒരു 5-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ട്രംപ് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ട്രംപ് ഭരണകൂടം സൈനിക മേധാവിയെ ഉൾപ്പെടെ മാറ്റി യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് സൈന്യ തലവനെ മാറ്റിയതിൻ്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ഇറാൻ്റെ കയ്യിലേക്ക് അമേരിക്കൻ പൈലറ്റ് വന്നുപെടുന്നത്. ഏതായാലും ഒരു സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് അമേരിക്ക ഇസ്രായേൽ യുദ്ധം മാറുകയാണ്. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അമേരിക്ക ഇത്രയൊക്കെ ചെയ്ത് ഇറാനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് അമേരിക്കയല്ല, ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ എല്ലാ വിമാനവും സുരക്ഷിതമായി തിരിച്ചു പോയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം ഇതൊന്നും അല്ല പ്രജിത. നോക്കൂ, കുവൈറ്റിൽ 3 F-16 വിമാനങ്ങൾ വീണു. യുദ്ധം തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് കുവൈറ്റ് തന്നെ, ഉടനെ അമേരിക്ക പറഞ്ഞത് കുവൈറ്റ് തന്നെ വെടിവെച്ചിട്ടതാണ്. കാരണം ഇറാൻ്റെ കയ്യിൽ കുറച്ച് പണ്ട് അമേരിക്കയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് അമേരിക്ക കൊടുത്ത F-14 വിമാനങ്ങളുണ്ട്. ഈ വിമാനങ്ങളൊക്കെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ F-14 വിമാനങ്ങൾ പറന്നു വന്നപ്പോൾ അത്
അല്ല F-16 വിമാനങ്ങൾ അമേരിക്കയുടേത് പറന്നു വന്നപ്പോൾ കുവൈറ്റ് ഓർത്തു അത് ഇറാൻ്റെ വിമാനമാണ് F-14 ആണെന്ന് എഴുതിയിട്ട് ഇവർ വെടിവെച്ചിട്ട് 3 താർന്നു പോയി. അങ്ങനെയാണ് അമേരിക്ക പറയുന്നത്. അത് ഇനി ഇറാൻ്റെ മിസൈൽ കൊണ്ട് താർന്നതാണെന്ന് പറയാനുള്ള ഒരു മടി കൊണ്ട് ഇത് ഫ്രണ്ട്ലി വെടിയായിരുന്നു, സൗഹൃദ വെടിയായിരുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക തടി തപ്പി കുവൈറ്റും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, പൊന്നോടേതെ അറിയാതെ പറ്റിപ്പോയതാണ്, മറ്റവൻ്റെ ആണെന്ന് ഓർത്ത് താങ്ങിയത് നിൻ്റെ ആയിപ്പോയി. പാകിസ്ഥാനാണ് ഇത് സ്വന്തം രാജ്യത്തേക്ക് മിസൈൽ മുകളിലോട്ട് വിടും, അത് വന്ന് ലാഹോറിൽ വീഴും. ഇതാണ് പാകിസ്ഥാനെ സംഭവിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമാണ്. നമ്മുടെ യുദ്ധം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഈ ട്രംപ് എന്ന് പറഞ്ഞ വിദ്വാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ വിമാനം വീണു, 5 എണ്ണം വീണു, 6 എണ്ണം വീണു, ആരുടെയാണെന്നല്ല ചുമ്മാ പറയും. ആ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് വിമാനം 5 വീണിട്ടുണ്ട്, വീണത് പാകിസ്ഥാൻ്റെ, അത് പറയത്തില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ വേണം മോഡിക്ക് ചോദിക്കാം ഇറാൻ യുദ്ധകാലത്ത് വിമാനം വീണിട്ടുണ്ട്, എത്ര വീണിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് നമ്മുടെ കണക്കനുസരിച്ച് 7 8 കഴിഞ്ഞു, 8 വിമാനങ്ങൾ കഴിഞ്ഞു. അത് F-35 വീണിട്ടുണ്ട്, F-16 വീണു, അവരുടെ വൈമാനികൻ പിടിയിലുമാണ്. അപ്പോൾ ഇന്നലെ വരെ മറ്റുള്ളവരെ കളിയാക്കാൻ നിന്ന ട്രംപിന് ഒരു നല്ല മറുപടി ഇറാൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഇറാൻ പക്ഷപാതിയൊന്നുമല്ല, പക്ഷേ വാർത്തകൾ സത്യസന്ധമായി പറയണം എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ അതിമാനുഷൻ എന്ന് പറയാം അല്ലേ, അതിഭീമമായ സൈനിക ശേഷിയുള്ള ഈ രാജ്യത്തെ 35-36 ദിവസം കഴിഞ്ഞിട്ടും ഇറാൻ വിറപ്പിക്കുന്നുവെങ്കിൽ ഇറാൻ്റെ സൈനിക വീര്യത്തിന് സല്യൂട്ട് കൊടുക്കണം. ഇറാൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളോടും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അമേരിക്കയെ വരച്ച വരയിൽ നിർത്തി വിറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇറാൻ ഇപ്പോഴും പ്രതിരോധിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു പട്ടാളക്കാരുടെ കരുത്താണ്. ആ സൈനിക മികവിനെ അംഗീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇറാനിലെ രാഷ്ട്രീയം, ഇറാനിലെ മതഭരണം, ഇറാനിലെ മനുഷ്യത്വ വിരുദ്ധത, ഇറാനിലെ സ്ത്രീ വിരുദ്ധത, ഇതിനൊക്കെ നമ്മളെതിരാണ്. പക്ഷേ ഇറാൻ സൈന്യം കാണിക്കുന്ന വീര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാൻ പറ്റില്ല. പറയുക അത് മാനവികമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് വാർത്തകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭടനെ പിടികൂടി എന്നുള്ള, പൈലറ്റിനെ പിടികൂടി എന്നുള്ള വാർത്തയും ആദ്യമായി നിങ്ങൾ പറയുന്നത് ഇന്ത്യ ലൈവ് ആയിരിക്കും. അത് നമ്മൾ കിട്ടുന്നത് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വരുന്ന വിവരങ്ങൾ സമാഹരിച്ചിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അല്ല ഞങ്ങളിവിടെ ഈ സ്റ്റുഡിയോ റൂമിലിരുന്ന് വെറുതെ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. അപ്പോൾ ഇത്തരം വാർത്തകൾ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, 5-6 ദിവസം കൂടിയുള്ള തെരഞ്ഞെടുപ്പിന്. ഒരുപാട് സ്തോമജനകമായ വാർത്തകൾ, ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഇന്നു മുതൽ ഈ തെരഞ്ഞെടുപ്പ് ഗോദായിൽ അംഗം വെട്ടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ ഇന്ത്യ ലൈവ് ചാനലിൽ സംസാരിക്കുന്നുണ്ട്. അതൊന്നും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ തുടർന്ന് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യണം പ്രജിത? സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. അത് നമ്മുടെ പ്രിയനും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രിയൻ്റെ പേര് വന്നത്. അപ്പോൾ പ്രിയനെയും പ്രേക്ഷകർക്കറിയാം, പ്രിയനും പ്രജിതയും ഞാനും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മളിൽ പലരും കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതൊന്ന് ഒഴിവാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞ് വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N, C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായി ആ ചാനൽ കൂടി C4N മലയാളം, ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.